ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സയാൻ ഐക്യു എന്ന് പറയുന്ന ഒരു ഹാച്ച് ബാക്ക് വണ്ടിയാണ്. കണ്ടാൽ നാനോൻ്റെ ഒക്കെ ലുക്ക് തോന്നും, പക്ഷേ പവറൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇത് സയാൻ ഐക്യു എന്ന് പറയുന്ന ടൊയോട്ടൻ്റെ തന്നെ സബ് ബ്രാൻഡായിട്ട് വരുന്നൊരു മോഡലാണ്. അപ്പോൾ ഈ ലോഗോ കാണുന്നത് നിങ്ങൾ നോക്കണ്ട, അത് ലെക്സസിൻ്റെ ലോഗോ വേറെ കയറ്റിയതാണ്, എക്സ്ട്രാ കയറ്റിയതാണ്. ലോഗോ വേറൊരു ടൈപ്പ് ലോഗോ ആണ് വരുന്നത്. ഈ സ്റ്റിയറിംഗ് വീൽമ കാണുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ലോഗോ. ഒരു ഹാഷ് ബാക്ക് വണ്ടിയാണ്, ഡബിൾ ഡോറാണ്. ചെറിയ വെഹിക്കിലൊക്കെ ചെറിയ കുട്ടികൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഈ ചെറിയ കാറിനകത്ത് 9 എയർ ബാഗ് വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്, 1.4 ലിറ്റർ എഞ്ചിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടൊയോട്ടൻ്റെ ബ്രാൻഡാണ് ഇത്, സബ് ബ്രാൻഡായിട്ട് വരുന്ന ഒരു ബ്രാൻഡാണ്. സയാൻ ഐക്യു എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് UAE ഇറങ്ങിയിട്ടില്ല, ഇത് പുറത്തുനിന്നുള്ള ഇമ്പോർട്ടഡ് വണ്ടികളിൽ പെട്ട വണ്ടിയാണ്. ഇത് പുറം രാജ്യങ്ങളിൽ ഇത് ടൊയോട്ടൻ്റെ ബ്രാൻഡിലായിട്ട് ഇറങ്ങുന്നുണ്ട്. പുറം രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ കണ്ടാൽ പെട്ടെന്ന് പിടുത്തം കിട്ടും. ആ ലുക്കൊക്കെ ഒരേപോലെ തന്നെയാണ്. പുറത്തിറങ്ങുന്ന വണ്ടികളൊക്കെ ഒരേ ടൈപ്പിലാണ് വരുന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും യുണീക്നെസ് ഉള്ള വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തി. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ യുണീക്ക് വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർ, വിൻറ്റേജ് വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർ, ക്ലാസിക് കാർസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.